അതിൻ്റെ 6-ാം ഭാഗം ആണ് എന്ന് തോന്നുന്നു ഇന്ന് നാം അവതരിപ്പിക്കുന്നത്. പരിശുദ്ധമായിരിക്കുന്ന ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാവുന്ന ഈ രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അവരുടെ കൂടെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. നാം ഇതുവരെ നോറ്റ എല്ലാ നോമ്പുകളും പരിപൂർണമായിരിക്കുന്ന അർത്ഥത്തിൽ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നോമ്പുകാർക്കുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകപ്പെടുന്ന വിഭാഗങ്ങളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, നമ്മോട് ബന്ധപ്പെട്ട പലരും അവർ എന്ത് തെറ്റിന്റെ പേരിൽ അദാബിലാണ് കഴിയുന്നത് എങ്കിലും ഈ നിമിഷം തന്നെ അത് വിട്ടുകൊടുത്ത് മാഫാക്കുമാറാവട്ടെ. സ്വർഗീയ ലോകത്ത് അവരെയും നമ്മയും അല്ലാഹു തആല ഒരുമിച്ച് കൂടുമാറാവട്ടെ. അവരിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ധാരാളം കാലം ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മുടെ ശരീരങ്ങൾക്ക് തന്നതായിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ അല്ലാഹു തആല മരണം വരെ നിലനിർത്തി തരുമാറാവട്ടെ. മരണം വരെ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാനുള്ള ഒരവസ്ഥ അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. മറ്റുള്ളവരുടെ സഹായത്തോടുകൂടെ ജീവിക്കേണ്ട ഗതികേട് നമുക്കാർക്കും അല്ലാഹു വരുത്താതിരിക്കുമാറാവട്ടെ. അവയവ ഭംഗം വന്നുകൊണ്ട് ജീവിക്കേണ്ട ഗതികേട്, കൈകാലുകൾ മുറിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഒരു ഗതികേട് നമുക്കോ നമ്മുടെ മക്കൾക്കോ നമ്മോട് ബന്ധപ്പെട്ട ആർക്കും തന്നെ അല്ലാഹു വരുത്താതിരിക്കുമാറാവട്ടെ. അതുപോലെ ഹലാലായിരിക്കുന്ന എന്തെല്ലാം ഉദ്ദേശങ്ങൾക്കുമായി കൊണ്ട് ഈ ക്ലാസ്സിൽ റൂമിലിരിക്കുന്ന ആളുകളുണ്ടോ അവരുടെയൊക്കെ ഹലാലായിരിക്കുന്ന ഉദ്ദേശങ്ങൾ അല്ലാഹു തആല പൂർത്തീകരിച്ചു തരുമാറാവട്ടെ, പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. കടം കൊണ്ട് വലയുന്ന ആരൊക്കെ ഉണ്ട് എങ്കിലും അവർക്കൊക്കെ ഹലാലായിരിക്കുന്ന രൂപത്തിൽ കടം വീട്ടാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. നാം സമ്പാദിക്കുന്ന, നാം ഭക്ഷിക്കുന്ന, നാം ഒരുമിച്ച് കൂടുന്ന എല്ലാ പണങ്ങളും ഹലാലായിരിക്കുന്ന രൂപത്തിൽ മാത്രം ആവാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. ഹറാമിന്റെ ഒരു കാശ് പോലും എടുക്കേണ്ട ഒരു ഗതികേട് നമുക്ക് അല്ലാഹു വരുത്താതിരിക്കട്ടെ. അങ്ങനത്തെ ഒരു ഗതികേട് ഉണ്ട് എങ്കിൽ അതിന്റെ മുമ്പ് തന്നെ പരിപൂർണമായിരിക്കുന്ന ഈമാനോടുകൂടെ അല്ലാഹു തആല നമ്മെ മരിപ്പിക്കുമാറാവട്ടെ. ഏതായാലും ബഹുമാനപ്പെട്ട സമദ് ഫീസി ഉസ്താദ് പറഞ്ഞത് പോലെ ബഹുമാനപ്പെട്ട മുള്ളൂർക്കര ഹംസ മൗലവി അദ്ദേഹം വളരെ, ഞാനൊക്കെ ഇതിന് പ്രചോദനം ഉൾക്കൊണ്ടൊരു വ്യക്തി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്ന് തന്നെയാണ്. പുണ്യകുറിശി എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ ചെറുപ്പത്തിൽ മദ്രസ പഠിപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ അവിടെ ഒരാൾ പിച്ചള മയമാക്കാൻ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വലിയ താല്പര്യകോശ സമ്പന്നനായിരുന്ന ആള്. അപ്പൊ അദ്ദേഹം മദ്രസയിൽ എന്തെന്നെ പറയാ, ഈ കഥാപ്രസംഗത്തിന് വലിയ താല്പര്യം ഉണ്ടായിരുന്ന ആളായിരുന്നു. അദ്ദേഹം ചെലവുകൾ നഷ്ടം വന്നാൽ അദ്ദേഹം സഹിക്കും, ലാഭം വന്നാൽ മദ്രസയിലേക്ക് എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് പരിപാടിയൊക്കെ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ആർക്കും തടസ്സം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അദ്ദേഹം വളരെയധികം അന്ന് ഫേമസ് ആയിരിക്കുന്ന മുള്ളൂർക്കര, അതുപോലെ തന്നെ പി എം കുട്ടി പോലത്തെ ആളുകളൊക്കെ കൊണ്ടുവന്നിരുന്നു. പിന്നീട് ആ കാലഘട്ടത്തിൽ അദ്ദേഹം അത്ര ഫേമസ് ആയിട്ടില്ല. പിന്നീട് കരുവാരക്കുണ്ടിൽ പരിപാടി നടത്തിയതിനു ശേഷം, കരുവാരക്കുണ്ടിൽ ഒരു നജാത്തിലൊരു പരിപാടി നടത്തിയതിനു ശേഷമാണ് ബഹുമാനപ്പെട്ട മുള്ളൂർക്കര അദ്ദേഹത്തിന് ഒരു ഈ വളരെ ചില ഇജാസിത്തൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടുള്ള ഒരു ഗുണവും ഉണ്ടായിരുന്നു. വലിയ ബഹുമാനത്തോടുകൂടെ നമ്മുടെ നേതാക്കന്മാരൊക്കെ കാണുകയും അതുപോലെ തന്നെ ആ ദിക്റുകളൊക്കെ കൊണ്ടെടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതിൻ്റെതായിരിക്കുന്ന ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ പരിപാടിയിലൊക്കെ നേടിവെച്ച് കണ്ടിരുന്നു. ഏതാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ബദർ ചരിത്രം പറഞ്ഞുകൊണ്ട് ജീവിതകാലം മുഴുവനും ചെലവഴിച്ച അദ്ദേഹത്തിന് ബദരീങ്ങളോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അദ്ദേഹത്തിന് നമുക്കും അല്ലാഹു നൽകുമാറാവട്ടെ. ഇന്നലെ നാം പറഞ്ഞു വെച്ചത് ബദർ യുദ്ധ ചരിത്രത്തിൽ ഇന്നലെ നാം പറഞ്ഞു വെച്ചത് രണ്ട് വിഭാഗവും കൊടി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതില് ശത്രുപക്ഷത്തുള്ള കൊടികൾ പിടിച്ചിരിക്കുന്നത് അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞ ഒരാളും അബ്ദുദ്ദാർ എന്ന് പറഞ്ഞ ആളും അതുപോലെ മറ്റൊരാള്. 3 ആളുകളാണ് ശത്രുപക്ഷത്തുള്ള കൊടികൾ പിടിച്ചിരിക്കുന്നത്. ഒന്ന് അബ്ദുൽ അസീസ്, മറ്റൊന്ന് ത്വൽഹത്ത്, മറ്റൊന്ന് അബ്ദുദ്ദാർ. മഹാനായിരിക്കുന്ന പ്രവാചകന്റെ അനുയായികളിൽ നിന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു, അതുപോലെ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു, അതുപോലെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു, ഇങ്ങനെ 3 ആളുകൾ ഈ ഭാഗത്തിൽ നിന്നും കൊടി പിടിച്ച് ഇരു വിഭാഗവും തമ്മിൽ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന രംഗത്താണ് നമ്മൾ ഇന്നലെ നിർത്തിവെച്ചത്. ആ സമയത്താണ് സവാദ് റളിയല്ലാഹു തആലയുടെ ചരിത്രം പലരും കേട്ടതായിരിക്കും. എങ്കിലും പുതിയ ആളുകളെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ, പിന്നെ ഈ പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ നമ്മളെ മാമുട്ടിയാക്കോടല്ലേ, ഇപ്പോൾ മാമുട്ടിയാക്ക
ഉണ്ടല്ലോ അല്ലെ, അരിവും മൂലയും ഒക്കെ ഒപ്പിച്ച് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഭാഗവും പരാമർശിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ഭാഗവും വിടാൻ വിചാരിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ ഭാഗവും ഇൻഷാ അല്ലാഹ് പുതിയ ആളുകൾക്ക് ആരെങ്കിലുമൊക്കെ ബദർ പുതിയതായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഫുഡിങ്ങിലാണല്ലേ, ഏത് 24 മണിക്കൂർ ഇതന്നെ പണി. റമദാൻ മാസം നോമ്പ് തോൽക്കാനുള്ള മാസമാണ് എന്ന് വിചാരിച്ചിട്ട് പകലിന്റെ ഇരട്ടി രാത്രി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. രാത്രിന്റെ ഇരട്ടി പകലിന്റെ ഇരട്ടി രാത്രി അടിക്കേണ്ട ആവശ്യമില്ല. ഗസാലി ഇമാം പറഞ്ഞെന്താണ് അറിയോ, നോമ്പില്ലാത്ത കാലത്ത് രാത്രി കഴിച്ചിരുന്ന അത്ര ഭക്ഷണം മാത്രമേ നോമ്പുള്ള കാലത്ത് രാത്രി കഴിക്കാൻ പാടുള്ളൂ എന്നാണ്. അപ്പോഴേ നോമ്പ് പരിപൂർണ്ണമാവുള്ളൂ. 6 ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ട് നോമ്പ് പരിപൂർണമാകാൻ. 6 ഷർത്തുകൾ അതിവിടെ ശംസുദ്ദീൻ കുറിച്ചൊക്കെ പറഞ്ഞു തോന്നുന്നുണ്ട്. അതില് 6 ഷർത്തുകൾ പറഞ്ഞതിൽ ഒരു ഞാനൊന്നും പറയാത്തെന്ന് പറയാം. അത് ഈ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ലിമത്തെ കൂടിന മാണാ തഫ്സറൂൻ എന്നുള്ളത് കൊണ്ടാണ്. നമ്മളത് സ്വീകരിക്കാതെ പറയാൻ പറ്റില്ലല്ലോ. അതിൽപ്പെട്ട ഒന്നാമത്തെ ബാക്കിയുള്ള ഷർത്തുകളൊക്കെ നമുക്ക് ഓക്കെ, പക്ഷെ ഈ ഒരു ഷർത്തും ഇല്ലാത്തൊരു ഇടങ്ങാറാണ്. നോമ്പില്ലാത്ത കാലത്ത് രാത്രി കഴിച്ചിരുന്ന അതേ ഭക്ഷണം തന്നെ നോമ്പുള്ള കാലത്തും കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ ഹാസ്യങ്ങളെ നോമ്പുണ്ട്, ഹവാസികളെ നോമ്പിൽ പെടുള്ളൂ. 3 ഐറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഖുദ്വാലിമാന്ന്. ഒന്ന് ഹാസുൽ ഹവാസ്, പിന്നെ ഹാസ്, പിന്നെ ആവാമ്, ഇങ്ങനെ തോന്നുന്നുണ്ടല്ലേ. സാധാരണക്കാരുടെ നോമ്പ്, പ്രത്യേകക്കാരുടെ നോമ്പ്, പ്രത്യേകക്കാരുടെ നോമ്പ്. അത് അവരുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ ഔലിയാക്കളുടെ നോമ്പാണ്. അത് രാത്രി എന്താണ് ഇന്ന് നോമ്പ് തുറക്കാൻ എന്താണെന്ന് ചിന്തിക്കാൻ പോലും പാടില്ല എന്നാണ്. അങ്ങനെ ചിന്തിച്ചാറുള്ള നോമ്പ് മുറിയും, അങ്ങനെയുള്ള നോമ്പ്. അതിൽ നിന്ന് രണ്ടാമത്തെ വിഭാഗത്തിൽ പറഞ്ഞത് അവർക്കാണ് 6 ഷർത്തുകൾ പറഞ്ഞത്. ആ 6 ഷർത്തുകളിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു ഷർത്താണ് രാത്രി എന്നാണ്. അപ്പോൾ മനസ്സിലായില്ല, മയമുട്ടിക അതിൽ പെടും, പിന്തള്ളുന്നില്ല. ശരി, ഏതായാലും ബദർ ഞാൻ ചോദിച്ചതല്ല, ബദർ ആദ്യമായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നഴ്സറി ആദ്യമായിട്ട് ആരും ഉണ്ടാവാൻ സാധ്യത അല്ലേ. സബാബ് റളിയല്ലാഹുവിന്റെ ചരിത്രം കേൾക്കാത്ത ആൾക്കാരുണ്ടാവില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് ആദ്യം കേൾക്കാം. അപ്പൊ ഒരാളെങ്കിലും ഉണ്ടാകുമ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അത് പറയണം. ലൈനുകൾ ശരിയാക്കി നിർത്തുകയാണ്. ഇവിടെ ലൈനുകൾ ശരിയാക്കി നിർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. നിസ്കാരത്തിന് ലൈനുകൾ ശരിയാക്കുക എന്നുള്ളത് ഇവിടെ ഇമാമിയങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കാറുണ്ട് ഈ കാര്യത്തിൽ. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഇമാമിയങ്ങളെ മുൻഭാഗം ശരിയാക്കി നിർത്താനാണ് ശ്രമിക്കാറുള്ളത്. മുൻഭാഗമല്ല, മടമ്പാണ് ശരിയാക്കി നിർത്തേണ്ടത്. അപ്പോഴല്ലേ ആളുകൾ ലെവലായിട്ട് നിൽക്കുള്ളൂ. കാരണം പല ആളുകൾ പല രൂപത്തിലുള്ള വലിപ്പാകുമ്പോൾ അവരുടെ മടമ്പുകൾ ശരിയാക്കി നിൽക്കുമ്പോഴാണ് അവർ സമമായിട്ട് നിൽക്കുക. മുൻഭാഗം ശരിയാക്കി കഴിഞ്ഞാൽ പലരും ഇറങ്ങിയും കയറിയൊക്കെ ആയിരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിസ്കാരത്തിൽ എന്നുള്ളത് പോലെ തന്നെ അത് യുദ്ധത്തിലും അങ്ങനെ തന്നെയാണ്. ലൈനുകൾ ശരിയാക്കി വളയാതെ നിൽക്കുക എന്നുള്ളത് ഒരു രാജ്യത്ത് ഫിത്നകൾ വരാൻ ഈ സഫുകൾ വളരാൻ കാരണമാകുമെന്നാണ്. അപ്പൊ അതുകൊണ്ട് ഈ ലൈനുകൾ ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി. സബാബ് റളിയല്ലാഹുവിന്റെ സംഭവം നമുക്കൊക്കെ അറിയുന്നതാണെങ്കിലും ഒന്ന് പറയുന്നു. ഉറപ്പിപ്പാനറിൽ കേട്ട് സഹാബാക്കൾ നിലത്തെ ഉശിറുവായിൽ കൊടികളും അണികളിൽ പിടിത്തേ വരുവാലറി വഴി കൊള്ളേ ഉടൽ വൈരയിരുത്തേ മനം മുന്നീട്ടരികരുകൾ സബ് തിരുപോൽ കരുത്തേ പിറദിക്കായി പിറദിക്കായി മുഖം മുന്നിട്ടത് കടൽ സങ്കുറത്തേ തിരാമുറ്റ സമയത്തിൽ മതിയെ അളൈത്തേ തിരുനെ ഭീകരുടാടം എതിർത്തേ ഉറപ്പിപ്പാൻ അറിവ് കേട്ടു സഹാബാക്കൾ ലൈനുകൾ ശരിയാക്കുകയാണ്. കൊടികളെല്ലാം പിടിച്ച് വളരെ സന്തോഷത്തോടുകൂടെ വളരെ അനുസരണത്തോടുകൂടെ സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിന് വഴിപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്.
അങ്ങനെ ആരെങ്കിലും മുമ്പി നിൽക്കുന്നുണ്ടോ, ആരെങ്കിലും പിന്തി നിൽക്കുന്നുണ്ടോ, അല്ലോ സഫുകൾ വളഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മഹാനാർക്കുന്ന പ്രവാചകൻ അവരുടെ ഇടയിൽ കൂടെ നടക്കുകയാണ്. പറയുകയാണ്, ഈ സമയത്ത് തിരൂരേബി ഇഗൽ സഫിന്റെ ഇടാനാടൻ എതിർത്ത് രണ്ട് സഫിന്റെ ഇടയിൽ കൂടെ ആരെങ്കിലും മുന്തിയോ പിന്തിയോ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നടക്കുമ്പോൾ നയന്തോടൻ സെവവാക്കും നദീനാലേ തടുക്കൈ അടി അതിമേല ചുമടിയിലെ അക്കിബൊപ്പം വരിക്കൈ ആവാനും വളരും കൊൻ അണയാറിന്തൊരുക്കൈ ബടി കൊണ്ട് ഹഫീഫാലെ അലമില്ലാതടിക്കൈ വള്ളല്ലി പരീക്ഷീത നടക്കുമ്പോൾ നവറിക്കൈ. മഹാനാർക്കുന്ന സവാബിലെ മോഹത്തലാനോ അല്പം പിന്നി നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നുകൊണ്ട് വേദനയില്ലാത്ത രൂപത്തിൽ സവാബിനെ അടിച്ചിട്ട് പറഞ്ഞു, സവാബെ നല്ല നിലയിൽ നിൽക്കൂ, സമമായി നിൽക്കൂ സവാബ്, മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കൂ സവാബ് എന്ന് പറഞ്ഞപ്പോൾ സവാബ് റളിയല്ലാഹു തആല പറയുകയാണ്, നബിയെ ഒരു പോലെ നിർത്തി സവാദോട് ഉംബർ സഫദ് പോൽ പോർ അണിലേനും മഖബ പൊരുളാടൽ കണി സഫ് പുടലുണ്ട് സവബ പോരീഷ ഫവായിദ തസൂറാറും വതുബ. സവാദ് മലക്കളുടെ ലൈനിലെ പോലെ വേണം നമ്മുടെ ലൈന്. അങ്ങനെ ഒരേ രൂപത്തിൽ നിൽക്കുമ്പോൾ അതിന് പ്രത്യേകമായിരിക്കുന്ന ഫളായിലുകൾ, പ്രത്യേകമായിരിക്കുന്ന അസ്റാറുകൾ, അതിന് പ്രത്യേകമായിരിക്കുന്ന രഹസ്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട് സവാദ്. അതുകൊണ്ട് ലൈനുകൾ വളയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വേദനയില്ലാത്ത രൂപത്തിൽ സവാദ് റളിയല്ലാഹു തആല തന്റെ കയ്യിലുള്ള ആ ഈത്തപ്പഴ തണ്ട് അല്ലെങ്കിൽ മറ്റെന്തോ സാധനം കൊണ്ട് ഒന്ന് തട്ടി. ആ സമയത്ത് സവാദ് പറയുന്നു, ഉശിരങ്കൽ യാ ഹബീബ ഉദിമങ്കും ത്വാബ ത്വാബ യാ റസൂലല്ലാഹ് പെരിയോനോ മൈരക്കൈ പേശം ദിന്നിൻ സിടക്കൈ പിരിശം റസൂലദാക്കൈ യാ സഫി അല്ലാഹ് ഉരുത്തിയാമൂലൽ ഉർബ അറബികളുടെ നേതാവായ നബിയെ ഉശിറങ്കൽ യാ ഹബീബ എന്റെ ജീവനായ നബിയെ ഉദിമങ്കും താപ താപ ഉദിച്ചു വരുന്ന സൂര്യൻ പോലും മങ്ങിപ്പോകാൻ മാത്രം പ്രകാശമുള്ള നബിയെ താപ താപ എന്ന മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ പേര് പറഞ്ഞ നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ് അങ്ങനെയുള്ള പ്രവാചകരെ ജിന്നുകളുടെയും ഇൻസുകളുടെയും ഇടയിലേക്ക് അങ്ങേ ഇറക്കിയിരിക്കുന്നത് എന്തിനാണ് നബിയെ? ബരിശൈറഹിബത്തിനുള്ള വരുത്തപ്പെടൂത്തനല്ല ലോകർക്ക് അനുഗ്രഹമായിട്ടാണല്ലോ നബിയെ അങ്ങേ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അങ്ങേ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് വേദനിപ്പിക്കാൻ വേണ്ടിയല്ലല്ലോ. യാ നബി അള്ളാഹുമായി കൊണ്ട് രഹസ്യ സംഭാഷണം നടത്തിയ നബിയെ തരിത്തപ്പോൾ ദൂതർ ചൊന്നാർ സവാദേനി ചൊന്നതെന്ന താഹാവേ എങ്കളെന്ന സഫദിൽ സബ്ഖാൽ ഖദ് താഹാവുങ്കളെത്തി ഇത് ഹാലി മുണ്ട് കുത്തി പവായത്ത് കൈവശത്തിൽ ആകുമെങ്കിലുമേ ഉദരം വല്ലാവരുത്തം ഉളവായത് വിനിത്തം ഉളം നാം അത് പൊരുത്തം ആറ്റിടാനേ. എന്തിനാണ് സവാദേ നിങ്ങൾ അങ്ങനെ ചോദിച്ചത്? എന്താണ് സവാദേ അങ്ങനെ ചോദിക്കാനുള്ള കാരണം? ജിന്നുകളുടെയും ഇൻസുകളുടെയും ഇടയിലേക്ക് എന്റെ റഹ്മത്തിന് വേണ്ടി അയച്ചിരിക്കുന്നത് ഒരിക്കലും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല എന്നുള്ളത് ശരിയാണ്, അങ്ങ് പറഞ്ഞത് ശരിയാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് ചോദിക്കുമ്പോൾ മഹാനായ സവാദ് പറയുന്ന നബിയെ അങ്ങ് എന്നെ അവിടുത്തെ ആ വടി കൊണ്ട് എന്റെ വയറ്റിൽ കുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വേദനിച്ചിട്ടുണ്ട്. ആ വേദനയ്ക്ക് പകരമായിട്ട് അങ്ങേ എനിക്ക് പകരം ചെയ്യേണ്ടതുണ്ട്. ചിതമൊറ്റേ വായലൊറുമ്പ് സിതുക്കാകും നീ മൊഴിമ്പ്
செய்தோ செவ்வாது வந்து உந்தனை கொதி போல் கொதியெல்லாம் தீர்க்குமுத்து குடவேல கை பிடித்து கோலிங்கி தாருமித்து ഇഞ്ചിടை ലഭിത്താൻ. സവാദേ, നീ പറഞ്ഞത് ശരിയാണ്. നിന്നെ വേദനിപ്പിച്ചിട്ടില്ല, നിർബന്ധമായിക്കൊണ്ട് നീ പകരം വീട്ടേണ്ടതുണ്ട്. കാരണം നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് എന്നെ കിസാസ് എടുക്കും. എന്തിനാണോ നീ സവാദിനെ അടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചുറപ്പ് എന്നെ പകരം ചെയ്യും. അത് പകരം ചെയ്യാൻ അതിന് മാത്രമുള്ള ശക്തി എനിക്കില്ല. കിസാസ് എടുക്കാൻ മാത്രമുള്ള അതിന് വിധേയനാവാനുള്ള ശക്തി എനിക്കില്ല സവാദേ. അതുകൊണ്ട് എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ അത് ഇഹലോകത്തിൽ വെച്ചുകൊണ്ട് തന്നെ തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മതിവേറ്റു രവായി ചേർത്ത് മലയ്ക്ക് താലോടിത്ത് മാഹിയെ നേർച്ചെടുത്ത് വാഹിറാക്കിടവേ. അങ്ങ് എന്നെ അടിച്ചിരിക്കുന്നത് നഗ്നമായ ശരീരത്തിലാണ്. അതുകൊണ്ട് ആ നഗ്നമായ ശരീരത്തിൽ തന്നെ എനിക്ക് അടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവിടുത്തെ കുപ്പായം പൊക്കണം, അവിടുത്തെ ഷർട്ട് പൊക്കണം നബിയെ. ഇതുവരെ അടിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വടി കൊടുത്തിട്ട് പറഞ്ഞു അടിച്ചോ സവാദേ. ആ സമയത്ത് പറഞ്ഞു എനിക്കങ്ങനെ അടിച്ചാൽ പോരാ, ഷർട്ട് പൊക്കിയിട്ട് ആ നഗ്നമായ ശരീരത്തിൽ അടിക്കണം. അതിനാൽ അരിശംസ് വാതിൽ അണിവിട്ടനക്കം വല്ലാർക്കുമപ്പൊളുതിൽ ഉദിപ്പിൽ നീളത്തെ ഉടലില്ലാണീയപ്പെട്ട് ഉശിർമ പൊന്നാരട്ടെ കേട്ടിടയിലാർ. ഇതങ്ങോട്ട് കേട്ടതോടുകൂടെ ഇത് കേട്ടു നിൽക്കുന്നതാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അല്ല, അലി ഇബ്നു അബി താലിബ് പോലെയുള്ള സഹാബക്കളാണ് ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്നത്. അവരെല്ലാവർക്കും വല്ലാത്ത ദേഷ്യായി. കാരണം അല്ലാഹുവിന്റെ റസൂലിനെ പകരം ചെയ്യണമെന്ന് പറയുന്നത് ആരാണ്? അബൂജാഹിലല്ല, ഉത്ബത്തല്ല, ഷൈബത്തല്ല. ഇവിടെ പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും ഉന്നതരായിരിക്കുന്ന അനുയായികളിൽപ്പെട്ടവരെ അനുയായിയായിരിക്കുന്ന സവാദ് റളിയല്ലാഹു തആല അൻഹുവാണ് പകരം ചെയ്യണമെന്ന് പറഞ്ഞത്. ഏതായാലും പക്ഷേ അവർക്കൊക്കെയുള്ള കൽപ്പന സഫിൽ നിന്ന് അനങ്ങാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ദേശം കടിച്ചമർത്തി അവരവിടെ നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട നബി എന്ത് ചെയ്തു? നബിന്റെ സവാത്തോടിങ്കടുത്തോ തീറ്റി അയിനാത്തിരൂപാക്കന്നയരുത്ത് നോക്കി അടുത്ത് പൊളിഞ്ഞ വിളിയൊഴുക്കി മൈമാൻ മഹാജു ആൽമലര് കഞ്ചത്തെ മധുപൂരണം കണ്ട് പഠിക്കാടുത്തേ കൈതല്യതമാക്കി ഇദ്ദേഹം ചാട്ടി കതിരോന്മയൻ കൊമ്പൈ പൊടിത്ത് പൂട്ടി പൊരുളാൽ ബഫിനോട് മുഖത്തെ ചേർത്തി പൊളിയും കടലിഷ്കാൽ അടന്ത് മൊത്തി. മഹാനാക്കുന്ന സവാദ് റളിയല്ലാഹു തആല അൻഹു തന്റെ കയ്യിലുള്ള വടിയതാപ ഒരു ഭാഗത്തേക്ക് വെച്ചുകൊണ്ട് മഹാനാക്കുന്ന പ്രവാചകനെ അണഞ്ഞ് കെട്ടിപ്പിടിച്ച് മുത്തം വെക്കുകയാണ്. ആ സമയത്ത് സവാദിനോട് ചോദിക്കുന്നതല്ലയോ സവാദ്, എന്താണ് സവാദ് അങ്ങ് ചെയ്തത്? എന്താണ് സവാദ് അങ്ങ് ചെയ്തത്? കിസാസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്താണത് ചെയ്യാത്തത്? ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, അതല്ലയോ നബിയേ, യാ റസൂലല്ലാഹ്, അവിടത്തേക്ക് ഖിസാസ് എടുക്കാൻ മാത്രം ഈ സവാദിന് സാധിക്കുമോ നബിയേ? എന്റെ ഹൃദയത്തിൽ ഒരുപാട് കാലമായി നബിയെ അവിടുത്തെ ആ ശരീരമായി കൊണ്ടൊന്ന് കൂടിച്ചേരണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് എന്റെ ഈ പാവപ്പെട്ട ശരീരം അവിടുത്തെ ആ പരിശുദ്ധമായിരിക്കുന്ന ശരീരത്തോട്, ആ തിരുശരീരത്തോടൊന്ന് ചേർക്കണമെന്ന് വിചാരിച്ചിട്ട് കാലം കുറയായി. ഈ നിൽക്കുന്ന കാലഘട്ടം, ഈ നിൽക്കുന്ന സമയത്ത് എനിക്ക് അടക്കിയാൽ അടങ്ങാത്ത രൂപത്തിലുള്ള ആഗ്രഹം വന്നു പോയി നബിയെ. അതുകൊണ്ട് അതിനുവേണ്ടി ഞാനൊരു നാടകം ചെയ്തതാണ്, ഒരു നാടകം കളിച്ചതാണ് നബിയെ. അല്ലാതെ അങ്ങേ കിസാസ് എടുക്കാൻ എനിക്കിതെങ്ങനെ സാധിക്കുമോ നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യം പറഞ്ഞപ്പോഴും മഹാനായ പ്രവാചകൻ വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോഴും ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നതല്ലയോ നബിയെ, അല്പം മെനയിബെറ്റ മുറാദാൽ തന്നിൽ അരുമ തിരുമാനം
മുഷിത്തോങ്ങൾ നബിയെ ഞാനിങ്ങനെ ചെയ്തുകൊണ്ട് അവിടത്തേക്ക് വിഷമമായോ നബിയെ, അവിടത്തേക്ക് ബുദ്ധിമുട്ടായോ നബിയെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുകയാണ്. ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ ഭാഗം ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും മഹാനാർക്കന്റെ സവാബുല്ലാഹു തആല അൻഹുവിന് വേണ്ടി മഹാനാർക്കന്റെ പ്രവാചകൻ വളരെയധികം ദുആ ചെയ്തു. അതിനുശേഷം അണ്ട് പുനറാവി ഉരയ്ക്കണ്ട നബിയാരെ ഹൗലുണ്ട് ജലം മുക്കുവതിനായി അണ്ട് കുറേശോർ ചിലതും മുന്തിരി ഹക്കീമുമെ ചുഗന്ധ നദിലേറി നടുവായി കെണ്ട് നബി കൂറി ഹക്കീം എന്റെ ഒരു പേർ സലിലം നെണ്ടുലകിൽ കുലക്കുവതിനായി ഹാത്തികൾ പഠിക്കാത്തിക്കുള്ള മാമുത്തനെ പാത്തു സഹാബാക്കൾ നിലയായി. മഹാനാർക്കുന്ന പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, അനുയായികളോട് സഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്, നേരത്തെ അവർ പിടിച്ചു വെച്ച ആ വെള്ളം ആർക്കും കൊടുക്കാൻ പാടില്ല. ശത്രുക്കളിൽ നിന്ന് ആര് തന്നെ വന്നെടുത്താലും അവരെ കൊലക്കണം, അവരെ കൊലപ്പെടുത്തണം, അവരെ തടുക്കണം, അവർക്ക് വെള്ളം കൊടുക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർഡർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇടരാവി മൊഴികെ കുഫർ നടുവത് ഇന്നൊരു പുരുഷൻ കടുവ പരീശിലക്കി ഹർജായി ഇരുപരി തന്നിടയിൽ അവൻ വരവയുരെ കുഫറുകളോടും അരികര നീർ അറിവിൻ സുറുജായി കൊടുമിലബില്ലഹമദുടെ തടം ഹൗലന്നെ ഫൈസ് കൊടിയം അമീബടുകറജ് ആയി കൊടുത്തില്ല പൊളിക്കും ഹൗലില്ല തടി ജീവൻ മുടിത്തല്ല ഇലയാശന. ആ സമയത്ത് ശത്രുക്കളുടെ പക്ഷത്തിൽ നിന്ന് ഒരാള് വളരെ ശക്തമായി കൊണ്ട് ഒരു മലംപുലിയെ പോലെ ഈറ്റുപുലിയെ പോലെ ധൈര്യസമേതം വന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ മുഹമ്മദിന്റെ ഹൗദിൽ നിന്ന് കുടിക്കാൻ പോവുകയാണ്, ആ എന്നെ കുടിക്കാൻ സമ്മതിച്ചതെങ്കിൽ ആ ഹൗദ് ഞാൻ പൊളിക്കും, അത് ഞാൻ ഇടിച്ച് നിരപ്പാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ വരികയാണ്. കണ്ടിടുവൻ സത്യമേ കൊണ്ടിടുക നാമശനം ഇണ്ട് മഹമോദരികരാം കൽപ്പന കൂടാതെ ഹമീ കെൽപ്പാവ് കൽപ്പന കൂടാതെ ഹമീ കെൽപ്പവരെ ഹൗലതി എന്നൽപ്പം കുടിയാതെ ശിഖരാം തൊണ്ട കൊടു നാനുലിവതെണ്ടിവ ചെയ്കയില്ലേ എന്തിനിനക്കെന്ത് ജനരാം ദുഷ്കമുബിലുള്ളഹക്ക് തനയാണ് റൂഷക്കും ഇല വേണ്ടതു ശ്രീരാം. ഉടനെ അവൻ മുഖം തിരികെ പതിവ് നബി സാഹിബുകളെ കൊടുക്കനവി വെളിവ് ചെയ്തുരയായി ഉമൈകളുടെ കുളം അതിൻ അമർ ഒളിയെ മഹബിലമിൽ അമൃതം ചൂറ് വിധത്തിന് ശരിയായി തടിയെ കൊതി ഇലയാതവർ തടയുവതിൻ ഒരു രുചികൾ ചൊടി ഉദയോർ ബരുവിനായി തരം തഞ്ചം ഇവൻ ചെഞ്ചിൽ ഉരം ചെഞ്ചും അവൻ കൊഞ്ചി പുറന്നെഞ്ചും പരത്തിയണവായി. ആ സമയത്ത് നേരത്തെ ഹക്കീം ഇബ്നു ഹിസാം വന്നിരുന്നു. ഹക്കീം ഇബ്നു ഹിസാം വന്നപ്പോ മഹാനാർക്കുന്ന പ്രവാചകൻ പറഞ്ഞു, ഹക്കീം വെള്ളം കുടിച്ചോട്ടെ, കുഴപ്പമില്ല, കുടിച്ചോട്ടെ, പൊയ്ക്കോട്ടെ, വെള്ളം എടുത്തോട്ടെ, നോ പ്രോബ്ലം. കാരണം മഹാനാർക്കുന്ന പ്രവാചകന് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്ത ആളാണ് ഹക്കീം. അതുകൊണ്ട് ഹക്കീം മടങ്ങിപ്പോയി. പിന്നീടാണ് ഈ രൂപത്തിൽ വളരെ ആവേശഭരിതനായിക്കൊണ്ട് ഒരാൾ വരികയാണ്. മുഹമ്മദിന്റെ ഹൗദിൽ നിന്ന് മുഹമ്മദിന്റെ സമ്മതമില്ലാതെ വെള്ളം കുടിച്ചിട്ടല്ലാതെ ഞാൻ തിരിച്ചു പോരൂല, തിരിച്ചു പോന്നാൽ അങ്ങനെ വരുന്ന ദിവസം ഹുബുലിലാളിയാണ് സത്യം, ഞാൻ ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിച്ചില്ലെങ്കിൽ ഭക്ഷണം കഴിക്കില്ല, ഞാൻ വെള്ളം എടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞു പോയി. ആ സമയത്ത് ചാടിയടുത്തുടൻ ആരടാശുരത്തുരത്തവൻ ആരടാശുരത്തുരത്തവൻ ഹൗലിൽ കുടിപ്പവൻ ഞാൻ മുറ്റനബിയുന അമറിയന്റെ ഹൗലോടടുപ്പതാർ
ഞാനിരിക്കവെ ജിന്നുമിൻസിലും നാങ്കിരിക്കലുമില്ല പേർ. ആർക്കഥ ഹംസ റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഹംസ ജീവിച്ചിരിക്കെ വമ്പുറ്റ ഹംസ റളിയമ്മ ചാടി തമ്പിയ സൂറബിലേരട ബള്ളലിനെ ബിമഹമൂദർ ഹൗലിൽ ബള്ളലിനെ ബിമഹമൂദർ ഹൗലിൽ നിന്ന് വെള്ളം കൂടിക്കുന്നോരട എന്ന് പറഞ്ഞുകൊണ്ട് ബഹാർക്കുന്ന ഹംസത്തുൽ ഖറാർ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഹംസ ജീവിച്ചിരിക്കെ സാധ്യമല്ല സ്വതേ, ഹംസയുടെ തടിയിൽ റൂഹുള്ള കാലത്തോളം സാധ്യമല്ല സ്വത്. ഈ ഹൗദിൽ നിന്ന് അങ്ങനെ വെള്ളമെടുക്കണമെങ്കിൽ ഹംസന്റെ ജീവൻ അങ്ങോട്ട് പോകണം. നടക്കില്ല ഹംസയെ, നടക്കില്ല സ്വതൂർ, നടക്കും ഹംസാപ്രോർ, നടക്കില്ല സ്വതൂർ. എന്നാ നോക്കാം. ഞാൻ മുറ്റ നബിയുന അവർ എന്റെ ഹൗദോട് അടുപ്പതർ, ഞാനിരിക്കവെ ജിന്നു മീൻസിലും താങ്ക് ദിക്കിലുമില്ല പേർ. നിനക്ക് എന്ന് മാത്രമല്ല, ജിന്നാവട്ടെ ഇൻസാവട്ടെ ഹംസ ജീവിച്ചിരിക്കുന്ന കാലത്തിലാണ് കഴിയില്ല മൗനോ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഓർഡറില്ലാതെ കൽപ്പനയില്ലാതെ ഇതിൽ നിന്നൊരു തുള്ളി വെള്ളെടുക്കാൻ കഴിയില്ല. ഞാൻ മൊയ്റ്റൊരു പമ്പനും ഡബൽ കണ്ടിടട്ടെ കുടിപ്പതായി പഞ്ചമുറ്റഹരിന്റെ വാക്ക് ജവാപുരത്തരിശിപ്പതായി. ആനന്ദം ദർശിക്കിൽ ജിന്മനു അഞ്ചൽ പെട്ടിടും അസുയത അസുവതിന്റെ ഒരു നാമമോട്ടും അമാലും തശുഹൂറതാം. അല്ല ഹംസാപ്പളോ, നിങ്ങൾക്ക് അസുവദിനെ തീരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? എന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ മനുഷ്യരും ജിന്നുകളൊക്കെ പേടിച്ചു പോകുന്നവനാണ് ഞാൻ. അത്ര ധീരശൂര പരാക്രമിയാണ് ഞാൻ. അങ്ങനെയുള്ള അസുഖത്തിന് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്തിനാണ് ഹംസയെ തടി കേടുവരുത്താൻ വരുന്നത്? അതുകൊണ്ട് വെറുതെ എന്നെ തടുക്കാൻ വരണ്ട മോനെ, അത് അപകടമായിരിക്കും. അറ്റം എത്തിയുനയിക്ക് ഓമരുന്നോവൽ ഒത്തുതീയറൽ ഷാരിപോർ ആറവെന്തിനിന്റെ ദുഃഖമെയുണ്ട് കണ്ട് കൊൽക്കാരിബായി. ഒറ്റ ഹൗലോടടുത്തവൻ ഹംസ രോഷമിൽ പെട്ടിയേ ൂക്കൻ വേത്തലിൽ തട്ടിരണ്ടരും ഊടരും തുയിൽ കാട്ടിയേ. ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു തആല പറഞ്ഞു, അസുഖേ വേണ്ട, ശരീരം നാശാക്കണ്ട. ഹംസ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ജിന്നുകൾ മാത്രമല്ല, മനുഷ്യർ മാത്രമല്ല, ജിന്നുകളും ഇതിൽ നിന്ന് കുടിക്കാൻ വരുന്നില്ല, വരാൻ കഴിയില്ല. അസുവത് പറഞ്ഞു, അസുവതിനെ നീ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. പൊട്ടത്തരം വിളിച്ചു പറയണ്ട, വെറുതെ പൊട്ടത്തരം വിളിച്ചു പറയണ്ട, തടി നാശാക്കണ്ട, ഹംസവതിനെ തടുക്കാൻ വരണ്ട, നിനക്ക് നാശമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അസുവത് ഈ ഹൗദിനോട് അടുക്കുന്നു. അടുത്തു എന്ന് മാത്രയിൽ മഹാനായിരിക്കുന്ന ഹംസ റളിയല്ലാഹു തആല ചാടിയിട്ട് ശക്തമായൊരു വെട്ട്. ആ വെട്ട് മഹാനായിരിക്കുന്ന ഹംസ റളിയല്ലാഹുവിന്റെ വെട്ട് അസ്വദ് തടുത്തു. തുറ്റതായി 18 വേലുകൾ ദുഷ്ടനിക്കനവുണ്ട് കേൾ, പുഞ്ചമൊഞ്ചിൽ വെട്ടും കൂത്തൊട് ചോട്ട് നീട്ടവൻ ചെയ്യും കോൾ. ഒറ്റവാളത് കൊണ്ട് ശിങ്കരമൊക്കെയാശു തടുപ്പതും ഒട്ടും വെട്ടിട വെട്ടലും തുയർകൊണ്ട് പോലെ എതിർപ്പതാം. ഹംസത്ത് റളിയല്ലാഹു തആല അൻഹു ശക്തമായിരിക്കുന്ന വെട്ട് അസ്വദിനെ വെട്ടിയെങ്കിലും അസ്വദ് അത് തടുക്കുകയാണ്. അസ്വദ് മോശക്കാരല്ല, ധീരശൂര പരാക്രമി എന്ന് പറഞ്ഞാൽ പരാക്രമി തന്നെയാണ്. 18 വിധ ആയുധങ്ങളും അടലുകളും അദ്ദേഹത്തിന് അറിയാം, യുദ്ധത്തിന്റെ എല്ലാ തന്ത്രങ്ങളും അറിയാം. അതേ ശക്തമായ ആ വെട്ട് തടുത്തുകൊണ്ട് അതേ ഊക്കിൽ മഹാനാർക്കുന്ന ഹംസ റളിയല്ലാഹുവിനെ അസ്വദ് വെട്ടുകയാണ്. ഹംസ റളിയല്ലാഹു തആല ആ വാളുകൊണ്ട് അദ്ദേഹം തടുക്കുകയാണ്. വീണ്ടും മഹാനാർക്കുന്ന ഹംസ റളിയല്ലാഹു തിരിച്ചു വെട്ടുന്നു, ആ വെട്ട് അസ്വദ് തടുക്കുന്നു. വീണ്ടും ഇങ്ങോട്ട് വെട്ടുന്നു, അത് തടുക്കുന്നു. അങ്ങനെ അവിടെ വളരെ ഭീകരമായിരിക്കുന്ന യുദ്ധം നടക്കുകയാണ്. അതിശക്തമായ യുദ്ധം നടക്കുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിൽ പൊടിപ്പടലങ്ങൾ ഭൂമിയിലത തുരുതുര ഉയരുകയാണ്. പൊടിപ്പടലങ്ങളിൽ മുഖരിതമാണ് അന്തരീക്ഷം.
വാടുകളുടെ ടണാടണാ ശബ്ദങ്ങൾ മാത്രമാണ് അവിടെ കേൾക്കാനുള്ളത്. ആര് ജയിക്കും ആര് പരാജയപ്പെടും എന്ന് ഒരിക്കലും പറയാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള ചിത്രം. റഹ്മാനായ റബ്ബുൽ തമ്പുരാനെ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ വിജയിപ്പിക്കണേ നാഥ എന്ന് പറഞ്ഞുകൊണ്ട് സഹാബത്ത് ദുആ ചെയ്യുന്നുണ്ട്. ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ വിജയിപ്പിക്കണേ നാഥ എന്ന് പറഞ്ഞുകൊണ്ട് സഹാബത്തിൽ ദുആ ചെയ്യുന്നു. അതുപോലെ അവരുടെ എല്ലാ ആളുകളെയും വിജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, അവരുടെ അസുഖത്തിനെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, അസുഖത്തിനെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പരദൈവങ്ങളെ വിളിച്ചുകൊണ്ട് അവരും ദുആ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒറ്റപാളത് കൊണ്ട് ശങ്കരും ഒക്കെ ആശ തടുപ്പതും ഈ ദുആ. ഒരു മിനിറ്റ്, ആരാണ്? ഒറ്റ മിനിറ്റ്, ഒരു മിനിറ്റ് ഒരാൾ മൈക്കിലേക്ക് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ സഹോദരന്മാരെ? കേൾക്കുന്നുണ്ടോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട കരീം ഫൈസി ഉസ്താദ് ബദർ ചരിത്ര പ്രസംഗമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉസ്താദിനെന്തോ അത്യാവശ്യം വന്നുകൊണ്ട് ഒരു മിനിറ്റ് എടുക്കാണ്ട് പറഞ്ഞുകൊണ്ട് എടുത്തത്. ആരും എടുക്കുന്നതാണെന്ന് ഞാൻ എടുത്തതാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് അത്താഴം കഴിച്ച് സമാധാനം. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട സ്ഥാപനം ഇൻഷാ അല്ലാഹ് ഉസ്താദിനോട് മൈക്ക്. അസ്സലാമു അലൈക്കും. മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു ശക്തമായി കൊണ്ട് ഈ വെട്ട് ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹു അസ്വദനെ വെട്ടുകയാണ്. അങ്ങനെ രണ്ടും വളരെ ശക്തമായിരിക്കുന്ന യുദ്ധം നടക്കുന്നു. അതിശക്തമായിരിക്കുന്ന അതിഭീകരമായിരിക്കുന്ന യുദ്ധം നടക്കുന്നു. ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിൽ രണ്ടുപേരും കൊണ്ടുപിരിക്കൊള്ളുന്ന യുദ്ധം നടക്കുകയാണ്. മഹാനാർക്കുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിനെ വിജയിപ്പിക്കാൻ വേണ്ടി സ്വഹാബത്ത് ദുആ ചെയ്യുന്നത് പോലെ അസ്വദിനെ വിജയിപ്പിക്കാൻ വേണ്ടി അവരും ദുആ ചെയ്യുകയാണ്, അവരും പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ മഹാനാർക്കുന്ന ഹംസ റളിയല്ലാഹു തആലയുടെ ഗഡ്ഡകം മേലോട്ട് വരുന്നു. ഇനി ആ ഗഡ്ഡകം താഴോട്ട് വരുന്നത് അസ്വദിന്റെ തലയുമായിക്കൊണ്ടായിരിക്കണം. അത് മഹാനാർക്കുന്ന ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ നിർബന്ധമുണ്ട്. അതെ, അത് തന്നെ സംഭവിച്ചു. അസ്വദിന്റെ തലയുമായിക്കൊണ്ട് മഹാനാർക്കുന്ന ഹംസ റളിയല്ലാഹുവിന്റെ വാള് വിശ്രമിക്കാൻ തുടങ്ങി. അസ്വദിനെ കൊലപ്പെടുത്തി. അസ്വദിനെ കൊലപ്പെടുത്തിയതിനു ശേഷം മഹാനാർക്കുന്ന ഹംസ റളിയല്ലാഹു തആല അൻഹു യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ഉത്ബത്ത്, വലീദ്, ഷൈബത്ത് ഈ മൂന്ന് ആളുകൾ വന്നുകൊണ്ട്, ഉത്ബത്ത്, വലീദ്, ഷൈബത്ത്, ഉത്ബത്തിന്റെ സഹോദരനാണ് ഷൈബത്ത്, മകൻ വലീദ്. ഉത്ബത്ത് മകൻ വലീദ്, ഉത്ബത്തിന്റെ സഹോദരൻ ഷൈബത്ത്, മൂന്ന് പേരും വന്നുകൊണ്ട് മഹാനാർക്കന്റെ പ്രവാചകന്റെ അനുയായികളെ വെല്ലുവിളിക്കുകയാണ്. എടോ മുഹമ്മദിന്റെ അനുയായികളെ, ഞങ്ങളുടെ നേതാവായിരിക്കുന്ന അസ്വദിനെ നിങ്ങൾ കൊലപ്പെടുത്തി എന്നുള്ളത് ശരിയാണ്. ഇനി ധൈര്യമുണ്ട് എങ്കിൽ, ആണത്തമുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ഞങ്ങളോട് ഏറ്റുമുട്ടാൻ ധൈര്യമുണ്ട് എങ്കിൽ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിളിക്കുകയാണ്. ആ സമയത്ത് ഒരക്കേട്ടതാൽ തോളറിയുതാത്തിന്ന് വേഗം പുലരി മൂണ്ടാൽ അൻസാരികൾ അവர்கள் ഉചിതമേത്തവർ വനമകത്തുള്ള പൊടികൾ കോത്തവരാം അധികരാമോ അവ്വാദ് ഹാരിഫും അഹിയാം അവൂഫും അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഒരുമിത്തവർകൾ ഓപ്പരം തുയനസഫിട ക്ഷണം വെളിപ്പെടലായി ഉരക്കേട്ടതാൽ തോളർ ഇടാ തന്നെ അവരുടെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ആ കൂട്ടത്തിൽ നിന്ന്, സഹാബികളുടെ കൂട്ടത്തിൽ നിന്ന്, അൻസാറുടെ കൂട്ടത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട മുഅവ്വിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു തആല അൻഹു, അതുപോലെ തന്നെ തന്റെ സഹോദരനായിരിക്കുന്ന ഔഫ്, അബ്ദുല്ല എന്നിവരും, അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത് എന്നിവരും മൂന്ന് പേരും കൂടെ അവരുടെ ഇടയിലേക്ക് ഇതാ ഞങ്ങൾ നിങ്ങളുടെ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഇടയിലേക്കാണ് ചെന്നു. മോണ്ടും അവരിൽ ചോദി തൊങ്കൽ യവരമെണ്ടും
ஜவாபுரியன் சார்கள் எங்கள் என தரித்ததில் கொடிய மாத்திரர் உறவிருத்திதலாய் பறி கொள்ளவே உங்கள் உடல் உயிர்கள் கொண்டும் வராதே இப்பொல் வேகம் அடங்கிக் கொள்வேன் நமது பலதரத்தினால் ஒரு விதத்திலும் குசுவதோ തിടനീർ. ആ സമയത്ത് അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ മദീനക്കാരാണ്. അപ്പൊ പറഞ്ഞു, ഓഹോ മദീനക്കാരാ, നിങ്ങളോട് ഞങ്ങൾക്ക് വർത്താനല്ലോ. ആണുങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വന്ന ആ മുഹാജികളുണ്ടല്ലോ, അവരിങ്ങനെ പറഞ്ഞട്ടെ, നിങ്ങളെ സാധുക്കള് ആ മുഹമ്മദിന്റെ വാക്കും കേട്ടും കണ്ടു നടക്കുന്ന ആളുകൾ. ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഞാൻ മുഹമ്മദ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഹിക്കാറ്റായിക്കൊണ്ട് പറയുമ്പോൾ നമ്മൾ സ്വലാത്ത് ചൊല്ലാൻ മറക്കരുത്. മഹാനാർക്കുന്ന പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ ആരുടെ നാവിൽ നിന്നാണെങ്കിലും മഹാനാർക്കുന്ന പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാൻ ഒരിക്കലും മറക്കരുത്. അത് മാത്രമേ നമുക്കുണ്ടായിരിക്കുള്ളൂ. ഒരിക്കൽ ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂലിനെ വളരെയധികം ചീത്ത പറയാണ് ശത്രു. വളരെയധികം ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുഹമ്മദ് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സഹാബി മറുപടി ഒന്നും പറയാതെ ഇത് തന്നെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോ ഈ ആള് ശത്രു ചോദിച്ചു, അതല്ല, നിന്റെ നേതാവായിരിക്കുന്ന മുഹമ്മദിനെ ഞാൻ ഇത്രയൊക്കെ തെറി പറഞ്ഞിട്ടും ഇത്രയൊക്കെ ചീത്ത പറഞ്ഞിട്ടും നീ എന്താണ് മിണ്ടാത്തേ? അപ്പൊ ഈ സഹാബി പറയാണ്, നിന്റെ നാവിൽ നിന്ന് വീണ്ടും എന്റെ നേതാവിന്റെ പേര് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ നാവിൽ കൂടെ തന്നെ എന്റെ നേതാവിന്റെ പേര് വീണ്ടും കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. അപ്പൊ ഇതാണ് സ്നേഹം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രവാചകന്റെ പേര് മറ്റുള്ളവർ ആര് പറയുമ്പോഴും അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് ആര് പറഞ്ഞാലും ആ പേര് കേൾക്കുമ്പോൾ സലാം. ഇവിടെ മുഹമ്മദിന്റെ അനുയായികളായിരിക്കുന്ന നിങ്ങൾ പാപങ്ങളാണ്. നിങ്ങൾ നേരെ ജീവിതത്തെ കുറിച്ചുണ്ടെങ്കിൽ വേഗം തിരിച്ചു പോയിക്കോ. ഞങ്ങൾക്ക് വേണ്ടതെന്നറിയോ? നിറന്തേ മക്കം തന്നിന്റെ മെയ്ക്കൂട്ടേരം മുന്നേ നബിയുണ്ടൊറ്റേ അഹമ്മദ് അവന്റെ ഒപ്പം ഈമാൻ നിലവുറ കവലവിട വെത്തിട പുരികടത്തിടലായി കുറന്താവറുകൾ ഊശിന്തിരന്ത് ബന്ധം ഇപ്പോൾ കുരലമാതി നെത്തില് പൊറപ്പവരാം മനമില കുതിരിനെ പൂർണ്ണമില്ലെതിർക്കുവന്നത് കഴിക്കണമേ. ചിറന്തങ്ങളോ പിന്നെ കുറുവത്തോടിൽ അവരാം ചിരത്തിത്തോടിൽ ഇங்கே വരട്ടെ ഹുബിലുൽ അയിലാശിവരുൽ ഹാത്തിരശകലമേ കൂടി ഉയർന്നിടുക്കുമെനോ. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ കൂട്ടത്തിൽ കടിച്ചു വളർന്ന ഞങ്ങളുടെ കുടുംബക്കാരും ഞങ്ങളുടെ ബന്ധുക്കാരും ഞങ്ങളുടെ ആളുകളും ഞങ്ങളുടെ സുഹൃത്തുക്കളും മക്ക പ്രദേശത്ത് കടിച്ചു വളർന്ന ഞങ്ങളുടെ കൂട്ടുകാരുണ്ടല്ലോ, മുഹമ്മദിന്റെ കെറിയിൽപ്പെട്ട് വന്ന ആളുകൾ, അവരെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അവരോടാണ് ഞങ്ങൾക്ക് ഇതുള്ളത്. അവിടെ നിങ്ങൾ തടി കേട്ടിട്ട് അതൊക്കെ കൂടിന്ന. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടത് മുഹാജിറുകളെയാണ്, അൻസാരികളെയല്ല എന്ന് കേട്ടതായിരിക്കുന്ന സമയത്ത് അറന്തപ്പോൾ അൻസാരികൾ സലാഹും അപ്പോൾ അണിക്കൊള്ളവേ റജോയുടങ്കൾ വിളിയായി അരിശ് ബ്രഹ്മയും കൊതിമുൽക്കും മുഹമ്മദ് ഹരിഷ് അറന്തപ്പോൾ അൻസാരികൾ സലാഹും അപ്പോൾ അണിക്കൊള്ളവേ റജോയുടങ്കൾ വിളിയായി അരിശ് ബ്രഹ്മയും കൊതിമികും മനമുട മുഹമ്മദ് കേ. ആ സമയത്ത് സിംഹത്തിനെ പോലെ, ഇരകണ്ട സിംഹത്തെ പോലെ മൂന്ന് അൻസാരികൾ പാവപ്പെട്ട ആ അൻസാരികൾ എന്ത് ചെയ്തു? വളരെ വിഷമത്തോടുകൂടെ അവര് ധൈര്യത്തോടുകൂടെ തിരിച്ചു പോവുകയാണ്. അരിശ് ബ്രഹ്മയും കൊതിമികും മനമുട മുഹമ്മദ്. എന്നിട്ട് അവർ പറയാണ്, മഹാനായിരിക്കുന്ന പ്രവാചകനോട് പറയുകയാണ്, മുഹമ്മദേ, എന്നോട് ചില കാര്യങ്ങൾ പറയാണ്ട് കേൾവോ. നീ സോദത്തെ വേണ്ടുക മനം തവന്റെ ക്ഷണം കേമിത്തീരിയിപ്പോൾ പൊരുതുവതുക്കിരണം വാളും മാക്കകുമ്പോൾ കുറവിന്ന് വന്നവരാകിടണം വങ്കീഷം എങ്കിലും നീ കൊടുത്തും ഭാവിപ്പെടുത്തുള്ള ഗുണം
കേളിനി സൂര്യത്തെ വേണ്ടുകമനം ബൈത്തവനെങ്കിൽ ക്ഷണം. മുഹമ്മദേ, ഈ ഒരു കാര്യം ചെയ്യണം. കേമിത്തഹേരി ചെയ്ത ഇപ്പോൾ പൊരുവതിക്കിരണം, ഞങ്ങളോട് ഇറങ്ങാൻ, ഞങ്ങളോട് എതിർക്കാൻ വേണ്ടിയിട്ട് നീ ഒരു കാര്യം ചെയ്യണം. ഈ മുഹാജികളടക്കം പാവപ്പെട്ട അൻസാരികളെല്ലാം ഇറക്കുന്ന, പാവപ്പെട്ട ഒന്നും തിരിയാത്ത അൻസാരികളെ വെറുതെ ഇറക്കിയിട്ട് എന്തിനാണ് അവരുടെ പരിഭാഷാക്കുന്നത്? ബാളുമാക്ക ഉമ്മുൽക്കുറാവിന് ബന്ധവരാകണം, നിന്നോട് കൂടെ എല്ലാവിധ പ്രൗഢിയോടുകൂടെയും മക്കയിൽ നിന്ന് മക്ബൂലയിൽ വന്ന ആളുകളായിരിക്കാം ഞങ്ങളോട് യുദ്ധം ചെയ്യേണ്ടത്. ബന്ധീഷം എങ്കിൽ നീ ഒരുത്തിൻ ഭവിത്തെടുത്തുള്ളവരും എന്നിട്ട് പറയാണ്, ചെണ്ടെന്നുണ്ടാം ഹുബിലൊരു എന്തിയുണ്ടാം അവനില என்றுം പണ്ടും ഉള്ളവനാകൂനുണ്ടും കീളിപ്പൂമേൽ പുഷ്കരമാകെ ചമിഴ്വാൻ പെയ്ത്തവ കീളിപ്പൂമേൽ പുഷ്കരമാകെ ചമിഴ്വാൻ പെയ്ത്തവൻ ദീനുറ്റുരുവാൻ വിട്ടൊരു സൂഞ്ഞാനുണ്ടും പണ്ടും പണ്ടേ കാറുടൻ നിണ്ടും കൊണ്ടേ മാഗമതൊണ്ടും വേണ്ടായി വഴിസാരമെണ്ടും പരമോൾ എന്തിവയാളാഹികളെ പാടും മാറിയിട്ട് കൊണ്ട്. എന്നിട്ട് പറയണ മുഹമ്മദേ, നീ ഒരു ദൈവമുണ്ട് എന്നും അവൻ പണ്ടേ ഉള്ളവനാണ് എന്നും അവന് സർവശക്തനാണ് എന്നും ഈ ലോകത്തിന് അവരാണ് പഠിച്ചിരിക്കുന്നത് എന്നും ഇതെല്ലാം ഈ ലോകം മുഴുവനും അവന്റെ നിയന്ത്രണത്തിലാണ് എന്നും അവന്റെ കാരുണ്യം കൂടാതെ, അവന്റെ അനുഗ്രഹം കൂടാതെ, അവന്റെ ഇറാദത്തൊന്നും കൂടാതെ ഈ ലോകത്തൊന്നും തന്നെ സഞ്ചരിക്കുകയില്ല എന്നും ഒന്നും തന്നെ നടക്കുകയില്ല എന്നും ഒന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ മുഹമ്മദേ. മാത്രമല്ല കീളിപ്പൂമേൽ പുഷ്കരമാകെ ചമയ്വാൻ വീട്ടവൻ ജീവത്തൊരു വാൻ വീട്ടര സൂര്യാനുണ്ടും ഈ ലോകം മുഴുവനും പടക്കാൻ കാരണഭൂതൻ നീയാണ് എന്നും മാത്രമല്ല ഈ ലോകത്തേക്ക് മുഴുവനും അയച്ച റസൂൽ നീയാണ് എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ. എന്നിട്ടോ പണ്ടും പണ്ടേ കാരുണർ നിണ്ടും കൊണ്ടേ മാർഗം അതൊണ്ടും വേണ്ട ഈ വഴി സാരമുണ്ടും. ഞങ്ങള് മുമ്പ് ആരാധിച്ചു പോന്നിരുന്ന ആക്ക കാരണന്മാരായിക്കൊണ്ട് പണ്ടും പണ്ടേ ഞങ്ങൾ ആരാധിച്ചു പോയിരുന്ന ലാത്തയും ഉസ്സയും ഉദുലാരെയും മനാത്തയും ഒന്നും വേണ്ട എന്നും നീ പറയുന്നു. അതൊക്കെ നിർജീവ വസ്തുക്കളാണ്, അവർക്കൊന്നും യാതൊരു കഴിവുമില്ല, അവർക്കൊക്കെ മൂക്കിലൊരു അയച്ചിരുന്നാൽ പോലും അവർക്ക് ആക്കാൻ കഴിവില്ല, നിർജീവ വസ്തുക്കളാണ്, സംസാരിക്കാൻ കഴിവില്ല, കേൾക്കാനുള്ള കഴിവില്ല എന്നൊക്കെ പറയുന്നവരാണല്ലോ എന്ന് നീ പറയുന്നുണ്ടല്ലോ. പാരമോളിന്റെ അഹിൽകളെ പാടുമറിച്ചുകൊണ്ടും അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് മുഹമ്മദേ നീ ഉണ്ടാക്കിയത്. അതൊക്കെ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കൊള്ളിൻ വാക്കുകളും വീണ്ടെടുത്തേ കോൽമാണി നായകിയാൾ ഖദീജ നിൻ സൗജത്ത് സമ്മതിത്തേ അളവൽ കൊള്ള കൂട്ടും മകൾ ചിലരെ പിടിത്തേ ആടും പഴക്കും എന്നാട് തെന്നിൽ അടി പരക്കെ വിട്ടേ. നിന്റെ പറഞ്ഞ കാര്യമില്ല. കോളൂനിൻ വാക്കുകൾ അവൽ ദേവൻ ഹുവൈലിന് വീണ്ടെടുത്തേ. ആ ഹുവൈലിനെ പറഞ്ഞതേ നിനക്ക് എത്തിച്ചു തന്നത് കോൽമണിലായകിയാൽ ഖദീജ നിൻ സൗജത്ത് സംബന്ധിച്ച് പേരും പ്രശസ്തിയും സമ്പത്തുമുള്ള ഖദീജയെ നിനക്ക് കെട്ടിച്ചു തന്നു. അങ്ങനെ ആളവൾക്കുള്ള കുടാ കൊടുത്തും അകൽച്ചിലരപ്പെടുത്തി ആ സമ്പത്തൊക്കെ നീ ഉപയോഗിച്ചുകൊണ്ട് ആ സമ്പത്ത് മുഴുവനും നീ ഉപയോഗിച്ചുകൊണ്ട് നീ എന്ത് ചെയ്തു? ചില ആളുകളൊക്കെ നീ വശത്താക്കി. അതുകൊണ്ട് നീ വലിയ മഹാനാണ് എന്നൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രശസ്തി ഉണ്ടാക്കി തീർക്കാൻ നിനക്ക് സാധിച്ചിട്ടുണ്ട്. കൊണ്ടും പിണ്ടും മുറയിലെ കൊണ്ടൊരുകൊണ്ടും തിരുക എന്തും രണ്ടായി മതമത് പന്താനല്ലോ കോരുട്ടത് തായ്യമ്മുകൾ കാൽ മറ്റിഹുവാൻ നമ്മളിൽ പോരുത്തിവഹാൽ നമ്മളിലാക്കിയല്ലോ കണ്ടാൽ തൊണ്ടും ഇരിപുറം ചെണ്ടായെന്തും ഇവകളെ വേണ്ടാക്കിന്തം സുപുളുന്നാലല്ലോ കലകത്തുക്കിപ്പളി പെയ്യില്ല മാറുവാൻ ഹദ്ദിജ് മോഹാജിരുകള. അതുകൊണ്ട് മുഹമ്മദേ നീ എന്തൊക്കെ അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇവിടെ ഒരേ ഉപ്പയുടെ മക്കളെ രണ്ടാക്കിയില്ല മുഹമ്മദേ, ജ്യേഷ്ഠനഞ്ചുമാരെ രണ്ടാക്കിയില്ല മുഹമ്മദേ. ജ്യേഷ്ഠൻ ഒരു ഭാഗത്ത് നിൽക്കുന്നു, അനുജൻ മറുഭാഗത്ത് നിൽക്കുന്നു, മാപ്പ് ഒരു ഭാഗത്ത് നിൽക്കുന്നു, മകൻ മറുഭാഗത്ത് നിൽക്കുന്നു, അമ്മാമൻ ഒരു ഭാഗത്ത് നിൽക്കുന്നു, മരുമകൻ മറുഭാഗത്ത് നിൽക്കുന്നു. ഈ രൂപത്തിൽ നീ ആക്കിയില്ല മുഹമ്മദേ. കൊണ്ടും പിണ്ടും മുറയിലെ തൊണ്ടർ കൊണ്ടും തിരിയുക നിന്തും രണ്ടായി മതമത് ബന്ധാനല്ലോ. അതുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ നാട്ടിലുണ്ടായത്. പരസ്പരം ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ തെറ്റി, മൂത്താപ്പമാർ തമ്മിൽ തെറ്റി, പിതാക്കളും മാതാക്കളും തമ്മിൽ തെറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട നബിയെ ആക്ഷേപിക്കുകയാണ്.
പരിശുദ്ധമെടുക്കുന്ന ഇസ്ലാമിന്റെ വരുന്നതിന് മുമ്പുള്ള അവസ്ഥ അറിയുമ്പോ ഏറ്റവും കാരണം ശരിയാണ്, ഈ പറഞ്ഞ ഏറ്റവും ഇങ്ങോട്ട് പറയേണ്ടതാണല്ലേ. ഏതായാലും കണ്ടാക്കിന്തും ഇരിപുറം ചെന്തായെന്തും ഇവകളെ വേണ്ടാക്കിന്തം സബും ഉള്ളതിന്നാലല്ലോ, നീ പരസ്പരം കണ്ടാൽ കടിച്ചു കീഴുന്ന അവസ്ഥയിലേക്ക് നീ ആക്കിയില്ലേ, അതുകൊണ്ട് കലകത്തുത്തിപ്പോൾ വയ്യില്ല മാറുവാൻ മുഹാജിറുകളാ, ഈ യുദ്ധത്തിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല, ഇറക്ക് മുഹാജിറുകളെ ഇറക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചപ്പോൾ എങ്ങനെയാണ് ആ വെല്ലുവിളി ഏറ്റെടുത്തത് എന്ന് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിൽ പറയുവാനും കേൾക്കുവാനും സർവശക്തനായിരിക്കുന്ന അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. മിക്കവാറും നാളെ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുള്ള ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് നമുക്കത് പറയുവാനും കേൾക്കുവാനും ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധത്തിന്റെ രംഗങ്ങളും മറ്റുമൊക്കെയാണ് പറയാനുള്ളത്. ബാക്കിയുള്ള രംഗങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളെ സ്നേഹിക്കുന്ന കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. അവരുടെ മദത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരും അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. എപ്പോഴും അവരുടെ സഹായം നമ്മളിൽ ഉണ്ടായിരിക്കുന്ന കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. പരിശുദ്ധമാർക്കുന്ന റമളാൻ മാസത്തിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ അതൊക്കെ അല്ലാഹു തആല പുറത്തു തരുന്ന നമ്മുടെ നോമ്പ് പരിപൂർണമാക്കുന്ന രൂപത്തിൽ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. റയ്യാൻ ബാബിൽ കൂടെ വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മ എല്ലാ ആളുകളെയും അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവേ, ചോദിക്കാൻ ഒന്നുമില്ല റബ്ബേ, ചോദിക്കാൻ അർഹരല്ല റബ്ബേ, എങ്കിലും നിന്റെ ബദരീങ്ങളെ സ്നേഹിക്കുന്നു, നിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്നതൊന്നും തന്നെ റഹ്മാനെ, ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഞങ്ങൾ നിന്നെ ധിക്കരിച്ചുകൊണ്ടല്ല, ഒരു തെറ്റും ഞങ്ങൾ ധിക്കരിച്ചുകൊണ്ടല്ല റബ്ബേ ചെയ്യുന്നത്, നിന്റെ മഗ്ഫിറത്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് റഹ്മാനെ, നാം മഗ്ഫിറത്ത് നീ നൽകണേ തമ്പുരാനെ, മഗ്ഫിറത്ത് നീ നൽകണേ റഹ്മാനെ. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.